സോ ഹേ ഗൈസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്ന ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഫാം ഡി എടുക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന പാരൻസിനും സ്റ്റുഡൻസിനും ഉള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നാട്ടുകാർക്കും ഫാം ഡി എന്താ ചെയ്യണമെന്ന് ഒരാൾക്കാർക്കും ഡൗട്ട് ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരാളും എൻ്റെ അറിവിൽ ഫാം ഡീനെ കുറിച്ച് മര്യാദക്ക് മോഹം കാണിച്ച് സംസാരിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല, യൂട്യൂബിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഒരു ഉപകാരം ഉണ്ടാവും എന്ന് തോന്നിയോണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ദീർഘിക്കാണ്ട് നമുക്ക് കാര്യങ്ങളെ കിടക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ക്ഷമയോടെ കേൾക്കാം, ഇത്തിരി നിർത്തിയായിരിക്കും പറയാം. ഫസ്റ്റ് തിങ് സ്റ്റുഡൻസിനോടാണ്, അത് കഴിഞ്ഞിട്ട് പാരൻസിനോടാണ്. ഓക്കെ, ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആകുമ്പോൾ കൊല്ലം 2 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. അത് 6 കൊല്ലത്തോളം ഫീസ് അടക്കണം. അവസാനത്തെ കൊല്ലം ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടാവും. ഈ ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് 5000 രൂപ മാത്രമാണ് സ്റ്റൈപ്പൻഡ് കിട്ടുക. ഓക്കെ, പക്ഷേ ഇതില് ഞാൻ ഇന്ന് ചിന്തിച്ചപ്പോൾ ഇത് അത്രയും മോശമാണെന്ന് ചില ആൾക്കാർക്ക് തോന്നാം. ഈ 5000 എന്ന് പറയുന്നത് കഴിഞ്ഞ 8 കൊല്ലമായിട്ടും കോളേജ് എൻ്റെ അറിവില്ല, എൻ്റെ സീനിയേഴ്സ് എന്ന് പറയുന്നത് 2018 തുടങ്ങിയുള്ള സീനിയേഴ്സ് 5000-ലാണ് വർക്ക് ചെയ്യണത്. വിലക്കയറ്റം കഴിഞ്ഞു, ഇൻഫ്ലേഷനുമായി, ഹോസ്പിറ്റലിൽ ബില്ലും കൂട്ടി, ഇതുവരെയായിട്ട് സ്റ്റൈപ്പൻഡ് കൂട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ നമ്മൾ വിചാരിക്കും 5000 വളരെ കുറവാണല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ഫൈനാൻഷ്യലി പറയുമ്പോൾ 5000-ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ട്രെയിൻ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ട്രെയിൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകൾക്കോ കോളേജുകൾക്കോ ഇതിനെക്കുറിച്ച് ഒരു പ്രോപ്പറായിട്ടൊരു പോളിസി ഇല്ല, ട്രെയിനിങ് ഇല്ല. നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ ഇല്ല. ഈ കോഴ്സിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാറ്റ് കണ്ണിപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാനേജ്മെൻ്റ് ഉള്ള ഈ കോഴ്സാണ്. ഇത് കേരള ഗവൺമെൻറ്റിന് നീറ്റോ കീമോ എഴുതിയിട്ട് സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു കോഴ്സല്ല ഫാം ഡി എന്ന് പറയുന്നത്. ഓരോ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു കോഴ്സാണ് ഫാം ഡി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ തന്നെയാണ് ഓരോന്നും തേടി പിടിച്ച് PCI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രകാരം പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഇവർ ഒരു കോഴ്സ് നടത്തിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി ജോലികളായിട്ട് ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വന്ന ട്രെയിനിങ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒരാൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൗൺസിൽ ചെയ്യണമെന്നുള്ളതിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിപ്പിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ മരുന്നുകളുടെ എണ്ണം കൂടി വരികയാണ്. മരുന്നുകളും പേഷ്യൻസും എല്ലാവരും ഇല്ലിറ്ററേറ്റ് ആണ്, ബോധവൽക്കര്യം കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മരുന്നുകൾ ഓരോന്നും പറഞ്ഞു കൊടുക്കണം. അതിന് പേഷ്യൻ്റ് കൗൺസിലിംഗ് ഉണ്ട്. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ADR ചെക്കിങ് ഉണ്ട്, അല്ല മെഡിക്കേഷൻസ് ട്രാക്കിംഗ് ഉണ്ട്. ഞങ്ങളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യും ഓരോ മെഡിക്കേഷൻ എന്തൊക്കെയാണ് ഓരോ ഹോസ്പിറ്റലിന് കൊടുക്കുന്നതെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യും. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഹോസ്പിറ്റലിൽ നടക്കുന്ന പറഞ്ഞാൽ പേപ്പർ ആൻഡ് പെൻ മെത്തേഡാണ്. ഓക്കെ, അത് കുറച്ചുകൂടിയും റെനോവേറ്റ് ചെയ്ത് ഡിജിറ്റൽ ആക്കണം. അത് എനിക്ക് അതിനുള്ള സത്യം പറയുകയാണെങ്കിൽ എനിക്കത് നടക്കണ്ടോ ഇല്ലെന്ന് ഉണ്ടാവുമായിരിക്കും. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ആ ലെവൽ എത്തിയിട്ടില്ല, അതറിയണം. ഞാനിപ്പോഴും പേപ്പർ ആൻഡ് പെൻ സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് പക്ഷേ ഇതുണ്ട്, മീൻസ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻസിന് പേപ്പർ ആൻഡ് പെൻ ആണ് 5th ഇയർ വരെ, ഇഫ് ഐ എം നോട്ട് റോങ് 5th ഇയർ വരെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പെൻസിങ്ങിൽ അത്രയും നമുക്കൊരു കാര്യമില്ല. മീൻസ് മരുന്ന് നമ്മളെല്ലാം പോകെ പഠിച്ച് എന്തൊക്കെ മരുന്ന് കൊടുക്കണം നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ക്ലിനിക്കൽ റിസർച്ച്, എപ്പിഡമോളജി, ഫാർമക്കോ വിജിലൻസ്. ഇതിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡ്രഗ്സ് അതിൻ്റെതായ ADR ഉണ്ട്, റൈറ്റ്? ആ ADR എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഛർദിയാവാം, വയറുവേനയാവാം, ഇതൊക്കെ ചെറിയ ADR. പക്ഷെ കൂടിയ ADR എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് അനീമിയ വരാം, ആസ്മ വരാം, സ്ട്രോക്ക് വരാം. ഇതൊക്കെയാണ് കൂടിയ ADR. പിന്നെ ഇതേപോലെ തന്നെ വൃക്കകൾക്ക് ദോഷം വരാം. ഇങ്ങനെ കുറേ ADR-ന് ഓരോ തരങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം വലുതിരിച്ചിട്ടാണ് നമ്മൾ ജോലി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫാം ഡിക്കാരൻ്റെ ജോലി, ക്ലിനിക്കൽ ഫാർമസിസ്റ്റിൻ്റെ ജോലി. റിസർച്ച് പരമായിട്ട് വരുമ്പോഴേക്കും നമ്മൾ റിസർച്ചിന് അതിൻ്റെതായ ഒരു ഘട്ടമുണ്ട്. അതൊരു വേറൊരു സമയം ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ഇറക്കാൻ. എന്നിട്ടാണ് ചേട്ടാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം.
ഓക്കെ, ഇനി അടുത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കോഴ്സ് ഫീസ് പറഞ്ഞു. എക്സാമിനേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കുഹാസ് എന്നാണ് എല്ലാവരും പറയുന്നത്, KUHS അവരുടെ എക്സാമിനേഷൻ രീതി കുറച്ച് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ എഴുതുന്നത് 2016 സ്കീമാണ്. 2016 സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ എസ്സേ മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും ഒരു എഴുതുന്നതിന് ഒരു ഫുൾ മാർക്ക് കിട്ടില്ല. ഒരു CBSE സ്റ്റുഡൻറ്റ് വന്നിട്ട് ഫാമിലിയിലേക്ക് മാറുമ്പോൾ അവന് നല്ലവണ്ണം ഒരു അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കും. മെന്റലി അഡാപ്റ്റ് ചെയ്യണം. കാരണം എഴുത്ത് നമുക്ക് ചില ആൾക്കാർ, അതും എഴുത്തുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെയുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ സിസ്റ്റം അത് ഇത്തിരി പ്രത്യേകതകളാണ്. നിങ്ങളിപ്പോൾ ഓരോ പ്രിൻസിപ്പൾമാരുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ലോണം പാക്കേജ് ചെയ്ത് പാരൻസിനെയും സ്റ്റുഡൻസിനെയും കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവർ പ്രസന്റ് ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, നമ്മൾ പേപ്പർ ആൻഡ് പെൻ മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം എഴുതണതിൻ്റെ 80% മാത്രമേ അവർ മാർക്ക് ഇടുള്ളൂ. അതുപോലെ ഇപ്പോൾ കിട്ടണില്ല. 10 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് 70 മാർക്കിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ അകത്ത് 3 10 മാർക്ക്, 8 5 മാർക്കാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 10 മാർക്കിന് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പറായിട്ട് എഴുതുന്ന കുട്ടിക്ക് 8 മാർക്ക് കിട്ടിയാൽ അത് ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും, എക്സാമിനറുടെ മൂഡ് അനുസരിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഒരു 7 മാർക്ക് ഇത്ര കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ നന്നായിട്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എഴുതുന്ന സ്റ്റുഡൻ്റ് ആണോ? ആവറേജ് സ്റ്റുഡൻറ്റ് ഞാൻ വെച്ചേക്കുന്നത് പറഞ്ഞാൽ നന്നായിട്ട് എഴുതുന്ന സ്റ്റുഡൻറ്റ്, നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് വന്ന എക്സാമിന് എഴുതുന്ന സ്റ്റുഡൻറ്റിനെയാണ് ഞാൻ ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആവറേജ് ഒരു മോശപ്പെട്ടൊരു വാക്കല്ല. ആവറേജ് ഈസ് എ ഗുഡ് വാക്ക് ഇൻ മൈ ഡിക്ഷണറി. ഓക്കെ, ഈ ആവറേജിന് താഴെ വരുന്നതാണ് മര്യാദക്ക് പഠിക്കാത്ത ആൾക്കാർ, മര്യാദക്ക് പെർഫോം ചെയ്യാത്ത. അത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത. അത് പല കാരണങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം, അതൊരു വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഫാം ഡി ഇങ്ങനെയാണ് നമ്മുടെ എക്സാം സ്കീം. ഇപ്പോൾ വന്നതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ഉണ്ട്. MCQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മാർക്ക് ഓപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതിന് ഫുൾ മാർക്ക് തരാണ്ട് അവർക്ക് ഹാഫ് മാർക്ക് പിന്നീട് അതിന് ഡിസ്കൗണ്ട് അടിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10-20 ക്വസ്റ്റ്യൻസ്. പുതിയ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് 10-20 എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് MCQ ഉണ്ടാവും. അത് മാർക്ക് ചെയ്താൽ മതി. സൂപ്പറായിട്ട് 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് സംഭവം കറക്റ്റായിട്ട് അറിയില്ല, അത് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എത്ര എക്സാമുകൾ കഴിഞ്ഞു, കുറേ എക്സാമുകൾ എഴുതിയിട്ട് എനിക്ക് ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ MCQ ഉണ്ടാവാനാണ്. ഇപ്പോഴാണ് ഒരു MCQ ഉണ്ടായത്. അത് നിങ്ങൾക്കൊരു നല്ലൊരു കാര്യമാണ്. പിന്നീട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് 50% ഇന്റേണലും 50% ഇതും. രണ്ടിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 50 വന്നാൽ മതി. എൻ്റെയൊക്കെ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണലിന് 50% കിട്ടണം, യൂണിവേഴ്സിറ്റിക്ക് 50% കിട്ടണം. ഇപ്പോൾ 34 മാർക്ക് യൂണിവേഴ്സിറ്റി കിട്ടിയാൽ പൊട്ടിയ ചരിത്രം എനിക്കുണ്ട്. അങ്ങനെയുണ്ട്. ചിലപ്പോൾ നമ്മൾ പിന്നെ ഏറ്റവും വലിയൊരു സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 34 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 35 റൗണ്ട് ഓഫ് ചെയ്യണോ 34 റൗണ്ട് ഓഫ് ചെയ്യണോ എന്നുള്ള എക്സാമിന്റെ മൂഡാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ പറയാം ഒരു കോൾഡ് ട്രൂത്ത്, അഗ്ലി ട്രൂത്ത്. നമ്മൾ എക്സാം മാർക്ക് കിട്ടണത് നമ്മുടെ കഴിവുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നത് കഴിവുണ്ട്. നന്നായിട്ട് പ്രസന്റ് ചെയ്യണതിനും നന്നായിട്ട് എഴുതുന്നതിനും നല്ല കഴിവുണ്ട്. പക്ഷേ അതിനൊരു ഉപരി ഒരു കാര്യമുണ്ട്, എക്സാമിനറുടെ മൂഡ്. അത് നല്ല എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാമിനർക്ക് ഇപ്പം നല്ല പോസിറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല മാർക്ക് ഇടും. അദ്ദേഹം നല്ല നെഗറ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം അതേപോലെ മാർക്ക് ഇടും. അത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സമയം എത്തുമ്പോഴേക്കും നമുക്കത് ഓവർകം ചെയ്യാനായിട്ടൊരു സൊല്യൂഷൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ എൻ്റെ നിലവിലുള്ള അറിവിലും മനസ്സിലായ സ്ഥിതിക്കും അങ്ങനെയാണ്. ഓക്കെ, സിറ്റ് വിത്ത് ഇറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഇതെല്ലാം പഠിക്കണത് ഞാൻ പറയാം. പഠിക്കണത് അത്രയും വലിയ ടാസ്ക് ആയിട്ടുള്ള പരിപാടിയല്ല. മീൻസ് നിങ്ങളെ ഒരു കോളേജിൽ അഡ്മിഷൻ തരാണെങ്കിൽ നിങ്ങൾ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കും ആ പ്രിൻസിപ്പിൾ നിങ്ങളെ പ്ലേസ് ചെയ്യുക. അല്ലാത്തൊരാളെ കോളേജിൽ വെക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ കോളേജിന് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ മുമ്പ് നമുക്കൊരു ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് നിർത്തുകയാണെങ്കിൽ ആ കോഴ്സിന് ഫുൾ ഫീസ് അടച്ചിട്ട് ഇറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ഭീഷണി ഉണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെയില്ല.
ഇപ്പൊ ആ കോളേജ് കോഴ്സ് നിർത്തുകയാണെങ്കിൽ നമുക്ക് പകുതി വെച്ച് നിർത്താം. ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിർത്താൻ തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ നിർത്താം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ കോളേജിന് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. കോളേജ് കുറച്ചുകൂടി സെലക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, മുമ്പ് ആരെങ്കിലും കയറ്റിയാലും പൈസ പിരിയാനുള്ള വഴിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. എന്റെ കോളേജ് അങ്ങനെ നടത്തുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ദീസ് ആർ പോസിബിലിറ്റീസ്, ഓർ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇത്. ഓക്കെ, ഇതിപ്പോ എനിക്കറിയാവുന്ന 1-2 കോളേജ് മാത്രം. എനിക്ക് അമൃതയിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. മൂവാറ്റൂർ ഓരോ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. വലിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ അവസാനം ഞാൻ കോളേജുകളെ കുറിച്ച് പറയാം. ഏതൊക്കെ നല്ല കോളേജുകളാണ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ എം ബീങ് സ്കെപ്റ്റിക്. എനിക്കൊരു കോൺസ്പിറസി തിയറിയുടെ ഒരാളാണ് ഞാൻ. എന്റെ ഒപ്പീനിയൻസ് വളരെ ബയസ്ഡ് ആയിട്ട് ഉള്ള ഒപ്പീനിയൻസ് ആണ് ഞാൻ ഇപ്പോഴേ ഡിസ്ക്ലെയിമർ വെച്ച് പറയുന്നത്. ഡു നോട്ട് ഫോളോ വാട്ട് ഐ എം സെയിങ്. ഇറ്റ്സ് ഓൾ മൈ എക്സ്പീരിയൻസ്. I am a biased personality and I am not liable for whatever actions you are taking. Okay, you are getting an information from my perspective, that is my honest perspective with best of my knowledge and which is biased by me. Okay, ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം രൂപ കൊടുത്ത് ഡോക്ടറായി ഇറങ്ങുമ്പോൾ 50,000 30,000 സാലറി ഒക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ഇറങ്ങാം. ആഗ്രഹിക്കാൻ എന്നെ പറ്റൂ എന്ന് എനിക്ക് പറയാൻ ഇപ്പൊ പറ്റുള്ളൂ. പക്ഷേ ഞാനൊരു പോസിറ്റീവ് ഔട്ട്ലുക്കും ഞാൻ തരാം. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ എക്സാമിന് ഓക്കെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടണ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 15K ഉണ്ട്. I'm telling you 15K is minimum. 18K is there. Okay, 20K I am not sure. I haven't seen anyone. 20K കിട്ടാം, it's achievable. Now another thing is these are like all developing things. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന്റെ നിലവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഇതൊരു ന്യൂ തിങ് ആണ്. റൈറ്റ്, കംപ്ലയൻസസ് ആയിട്ട് വന്നേക്കും. ഇതൊരു ലോ ആയിട്ടോ പോളിസീസ് ആയിട്ടോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. യൂറോപ്പ് എന്ന് പറഞ്ഞ രാജ്യം, കാനഡ എന്ന് പറഞ്ഞ രാജ്യം, അങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു നിയമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിയമം എന്ന് പറയുന്നത് ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യണതിന് ലയബിലിറ്റി അത് പ്രിസ്ക്രൈബ് ചെയ്ത ആൾക്കായതുകൊണ്ട് ഫാർമസിസ്റ്റ് എന്നൊരു വ്യക്തി നല്ല വിജ്ഞാനവും അറിവും ട്രൈഡ് ആൻഡ് ടെസ്റ്റഡും ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ഇതിന് നിൽക്കാം. റൈറ്റ്, അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ മീൻസ് അത് ആ ഒരു ജോലിക്ക് അത്രയും പൈസയും അത്രയും പോസ്റ്റും കിട്ടണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു പോസ്റ്റിന് റെലവൻസി ഇല്ല. ബട്ട് അങ്ങനെ കുറെ ജോലികളുണ്ട്. ഐ എം നോട്ട് ടെലിംഗ് ഇറ്റ്സ് നോട്ട് ദെയർ. ഇറ്റ് ഈസ് ദെയർ. ഇറ്റ് ഈസ് എ യൂണിക്കോൺ സാലറി ജോബ്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കോൾഡ് റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണത് ഇപ്പോൾ ഓരോരുത്തർ ഞങ്ങളെ കോഴ്സായിട്ട് വരുമ്പോൾ സ്റ്റുഡൻസ് വരുമ്പോൾ ഞങ്ങൾ +2 കഴിഞ്ഞ ആൾക്കാർ വരുമ്പോൾ പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡോക്ടർ ആയില്ലെങ്കിൽ MBBS എടുത്തില്ലെങ്കിലും ഡോക്ടർ ആയി എന്നൊക്കെ പ്രതീക്ഷിക്കണേല് സമാധാനിക്കണേല് വലിയ അർത്ഥം ആയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറായിട്ട് ഇറങ്ങുമ്പോൾ അവന് ഒരു 50,000 അല്ലെങ്കിൽ 40,000 രൂപ മിനിമം കൊടുക്കും. അവനെ വെക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് അവിടെ വന്ന് ഇരിക്കണേന്. അല്ലെങ്കിൽ ഇരിക്കുന്നത് ചുമ്മാ ഇരിക്കല്ല, അവർക്ക് എന്തെങ്കിലും പണിയാനൊക്കെ ഉണ്ടാവും. അത്രയും വലിയ ഇമോഷണലി എന്നിട്ടാണ് ലോഡുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പണി അങ്ങനെയില്ല. പക്ഷെ അവർക്കൊരു ജോലിയുണ്ട്, അവർക്കൊരു 40,000 50,000 എന്നൊക്കെ ഒരു സാലറി കൊടുക്കുന്ന നിർബന്ധമാണ്. റൈറ്റ്, അങ്ങനെയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ ഫാമിലിക്കാരൻ അങ്ങനെ ഒരു പ്രതീക്ഷിച്ച് ഇരിക്കാൻ പറ്റില്ല. റൈറ്റ്, അൺലെസ് യു പ്രൂവ് യുവർ വാല്യൂ ഇൻ യുവർ വർക്ക് സ്പേസ് ഓർ യുവർ ഫീൽഡ് ബൈ യുവർ കോൺട്രിബ്യൂഷൻ യു ആർ നോട്ട് ഗോയിങ് ടു ബി പെയ്ഡ് വെൽ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. റൈറ്റ്, നൗ അത് കാരണം don't expect that you will be making good money. Okay, ഞാൻ സജസ്റ്റ് ചെയ്യില്ല ലൈക്ക് ഫൈനാൻഷ്യലി ഇത്തിരി ബാക്ക്വേർഡ് ആയിട്ടൊരു ആൾക്കാർ, ലൈക്ക് ഇഫ് യു ആർ എ ഫാമിലി നോട്ട് ഡൂയിങ് വെൽ. ഓക്കെ, അങ്ങനെ ഒരു ഫാമിലി കുറച്ച് കടക്കീഴിലും അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ജോലി എടുത്തിട്ട് കടം വീട്ടാം എന്ന് ഇറ്റ്സ് വെരി റിസ്കി ഗെയിം. ഞാൻ ഇപ്പോഴേ പറഞ്ഞു, വളരെ റിസ്ക് ആണ് ഫാമിലി പഠിക്കണത്, വളരെ റിസ്ക് ആണ്. ദ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഹാവ് സ്റ്റാറ്റസ്. റൈറ്റ്, ചില ആൾക്കാർ ചെയ്യണത് ഞാനിപ്പോൾ കാണുന്നത് വെച്ചാൽ ചില ആൾക്കാർ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത് ചെയ്ത ഒരു സ്റ്റാറ്റസ് കിട്ടും. ലൈക്ക് ഡോക്ടറിന് സ്റ്റാറ്റസ് ലൈക്ക്
മേടിക്കണ പോലെയാണ് ലൈക്ക്. ബട്ട് ഇതിന് എഫേർട്ട് ഉണ്ട്, നല്ല കഷ്ടപ്പാടാണ് ഇത് പഠിച്ചെടുക്കാൻ. പക്ഷെ എന്നിട്ടും ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് യു ആർ ഫൈനാൻഷ്യലി ഗുഡ്, ഓക്കെ, ഐ വുഡ് സജസ്റ്റ് ആൻഡ് യു വാണ്ട് ടു ടേക്ക് ഫാമിംഗ്, ഗോ ഹെഡ് ടേക്ക് ഫാമിംഗ്, നോ പ്രോബ്ലം, റൈറ്റ്. ബട്ട് ഒരു കടം നിന്നിട്ട് കടം വീട്ടി കുടുംബത്തിനെ രക്ഷിക്കാം എന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഫാമിലി എടുത്താൽ അതിനപ്പുറത്ത് റിസ്ക് ആണ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടണം റിസ്ക്, റൈറ്റ്. ഇപ്പം നിങ്ങൾ ആ ജോലി കിട്ടാൻ വേണ്ടി അടുത്തൊരു റിസ്ക് എടുക്കേണ്ടതാണ്. ലോൺ എടുത്തിട്ട് വിദേശത്ത് പോകണം, അതും ഒരു റിസ്ക് ആണ്. പിന്നെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വളരെ ഫ്രജൈലാണ്. അതും അതിനേക്കാൾ വലിയ റിസ്ക് ഇത് ഈ ഫാമിലി എടുക്കണേല്, റൈറ്റ്. ഇതിനെല്ലാം നല്ല റിസ്ക് ഉണ്ട്, റൈറ്റ്, പഠിക്കണേന്. എന്ന് വെച്ച് ഫാമിലി വളരെ പൊട്ട കോഴ്സ് ഒന്നല്ല. ഫാമിലി കറൻ്റ്ലി ഇസിനെ ഫ്രജൈൽ, വളരെ തിൻ ഐസി കൂടെയാണ് നിൽക്കുന്നത്, റൈറ്റ്. അത് എപ്പോൾ പൊട്ടാണ്ടിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല, റൈറ്റ്. പക്ഷെ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. ബിക്കോസ് ഇത് ഭാവിയിൽ പല ഫാർമ കമ്പനികൾക്ക് ഇതിന് ആവശ്യമുണ്ട് എന്ന് നമുക്കൊരു കാര്യത്തിൽ പ്രൂഫാണ്. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്, റൈറ്റ്. ഇപ്പോഴും തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഇപ്പോൾ CP ആയിട്ട് ജോലി ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാപ്പനിങ്, റൈറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് 1 ലക്ഷം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. 1 ലക്ഷം കിട്ടുന്ന ആൾക്കാരുണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ യൂണിക്കോൺ. ഓക്കെ, യുവർ ആൻ ആവറേജ് പേഴ്സൺ, അങ്ങനെയുള്ള ആൾക്കാർ നോ. നൗ ഇപ്പോൾ ഫാമിലി എടുത്തു, ഓക്കെ, എടുത്ത് ഇതിൻ്റെ അകത്ത് എൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ചിലപ്പോൾ അയ്യോ പെട്ടല്ല ദൈവമേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ളൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം എടുത്താലും ചില ആൾക്കാർ ആവറേജ് ഉണ്ടാവും, ചില ആൾക്കാർ അക്കാഡമിക്കലി ബിലോ ആവറേജും ഉണ്ടാവും, റൈറ്റ്. പക്ഷേ നീ നിൻ്റെ വർക്ക് ഫോഴ്സിൽ അല്ലെങ്കിൽ നീ നിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നിനക്കുള്ളൊരു വാല്യൂ നിനക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് നീ ക്രിയേറ്റീവ് ആവുകയാണെങ്കിൽ നിനക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകാം എന്ന് ഞാൻ പറയണില്ല, ഉണ്ടാകാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് സ്റ്റാറ്റ്യൂട്ടറി ക്ലെയിം അതങ്ങനെയാണോ, ലൈക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ അബൌട്ട് ഫാമിലി. നൗ പാരൻസ് who are making their kids join the family course, ഞാൻ പറഞ്ഞു ഇതൊരു പ്രസ്റ്റീജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. നമ്പർ 1, നിങ്ങളുടെ ചൈൽഡ് ഈസ് ആക്ച്വലി റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഫാർമസി ആൻഡ് ഹി ലേൺസ്. പിന്നെ ഞാൻ സ്റ്റുഡൻസിനും പാരൻസിനും ഒരേപോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു പോയിന്റ് എത്തിയിട്ട് നമ്മൾ തോന്നാണ് ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ എനിക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ടെല്ലിങ് യു ഇഫ് ഇറ്റ് വാസ് പോസിബിൾ ഐ വുഡ് ടേക്ക് ഇറ്റ്. ബട്ട് ഐ ആം ടു ഡീപ് ദാറ്റ് ഐ കനോട്ട് ഡു ഇറ്റ്. ഓക്കെ, I'm not saying follow your passions. Following your passions is bullshit. I don't subscribe to that mentality. Okay, but I say do what is required to get what you want. Okay, that is a truth that I believe in. That has not been tested yet. Okay, അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ കോഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് സ്കോപ്പ് എന്ന് പറയാനായിട്ടുള്ളത്. ജോലി കിട്ടി പുറത്ത് പോകണേന് ഓക്കെ ഇനി പുറത്തേക്ക് പോവാം എന്നല്ല ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പുറത്തേക്ക് പോയ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഞങ്ങളുടെ ഒരു സീനിയർ അദ്ദേഹങ്ങൾ കുറേ പേര് യൂറോപ്പിൽ പോയിട്ട് ഒരു കോഴ്സ് ചെയ്ത് അത്യാവശ്യം ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ജീവിതം, അവരുടെ ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 50,000-40,000 വെച്ച് ജീവിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയൊക്കെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. നല്ല കഷ്ടപ്പാടുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, നല്ലോണം പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ജീവിതം അല്ലെങ്കിൽ ദുരന്തം അല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിലൊരു 50,000-60,000 ഒക്കെ ശമ്പളം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്. ഐ ആം നോട്ട് ടെല്ലിങ് ഇറ്റ്സ് എ ബാഡ് തിങ്, ഇറ്റ്സ് എ ഗുഡ് തിങ്. ഓക്കെ, പിന്നെ യൂറോപ്പ് എന്ന രീതിയിൽ അതിനൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നീട് പറയാം. അത് വീഡിയോ ഞാൻ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യങ്ങൾ പറയാം, അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും.
പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫിൽ പോയിട്ടുള്ള ആൾക്കാർ, ഗൾഫിൽ ഞാൻ കണ്ടേക്കുന്നത് 1-2 പേരേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറേ പേര് ഫാർമസിസ്റ്റ് ആയിട്ടാണ് പോണത്. നമ്പർ 1. നമ്പർ 2, ചില ആൾക്കാർ ഫാം ഡി ആയിട്ട് കയറിയിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് വാസ് എ യൂണിക്കോൺ. ആ ചേച്ചി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഫാം ഡിക്കാരെ ആ കമ്പനിക്ക് വേണമായിരുന്നു. ആ കമ്പനിയിൽ സ്പെസിഫിക്കലി വുമൺ വേണമായിരുന്നു. അതുകൊണ്ട് ഫാം ഡി കിട്ടി പോയി. റൈറ്റ്. ചിലതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്, ചിലതിനൊരു ദൈവാനുഗ്രഹമുണ്ട്. അതിനൊക്കെ എല്ലാം ബേസ്ഡ് ആയിട്ടാണ് ഫാം ഡി എന്ന് പറയുന്ന കോഴ്സ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിനൊരു സമ്മറി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, സംഭവം ഫാം ഡി പഠിക്കാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് ബേസ്ഡ് ഓൺ ഫാം ഡി ഹിസ്റ്ററി. കാരണം ഫാം ഡി ഇപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് എക്സാംസ് എല്ലാം നടക്കുന്നുണ്ട്. സബ്ജക്ട്സും ഓക്കെയാണ്. സബ്ജക്ട്സ് ഒക്കെ നല്ല സബ്ജക്ട്സ് ആണ്. ഐ ടെൽ യു അബൌട്ട് ഹൗ യു ഷുഡ് സ്റ്റഡി ഓൺ ഫാം ഡി നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈപ്പൻഡ് വലിയ കാര്യം പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ 5000 രൂപ അവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻ്റെ ഹോസ്പിറ്റലിലുള്ള പ്രത്യേക സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഫിസിഷ്യൻ്റെ ഒപ്പം നിന്നിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യണത്. ആ സിറ്റുവേഷനിൽ നമുക്ക് പല മെഡിസിൻസ് അറിയില്ല, പല മെഡിസിൻസ് നമ്മൾ ഈ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇവർ നമ്മളെ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്ത് നമ്മൾക്കതൊരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് തന്നിട്ട് ദേ ആർ ഫേസിങ് ദ ലോസ് ഓഫ് എൻ എഫിഷ്യൻറ്റ് ഫാർമസിസ്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു CP, right, because of keeping a subpar students trainees, right. The only people who are trained enough are the teachers who are teaching these students, and they are not the ones who are working, so they are not taking the workload of the real pharmacy demanding jobs. So അതുകൊണ്ട് at a loss is what the pharmacist of the hospital is running, but the hospital is ready to take up this loss, okay. So hence we are getting such a stipend, hence we are getting such a training. Okay, we are getting a training in a hospital setting. Okay. Now, regarding the finances, if you are financially capable, you can do it. It's not a bad course. It's not a great course either. Okay. Not great. Like ചില കാര്യങ്ങളുണ്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോഴാണ്, നമ്മൾ ആ കാര്യത്തിൻ്റെ അവസാനം എത്തുമ്പോഴാണ് നമ്മൾ നമുക്കൊരു സൂപ്പർ ടൈമിംഗ് ആയിട്ട് നമ്മൾ അടിച്ചു കയറി പോവാം. അങ്ങനെ ഉണ്ടാവാം. റൈറ്റ്. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാം. അപ്പോൾ യു ക്യാൻ ടേക്ക് ദ റിസ്ക്. ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റ്, ദ ഔട്ട്കം ക്യാൻ ബി ബാഡ്, ബട്ട് ഓവറോൾ യു വിൽ നോട്ട് ബി ജോബ്ലെസ്. ആവുന്നത് ഇറ്റ്സ് നോട്ട് റെയർ, ബട്ട് യു ക്യാൻ ബി, യു വിൽ ഹാവ് എ ഇൻകം. ഓക്കെ. പിന്നെ ഒരു കാര്യം, പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഫാം ഡി എടുക്കുമ്പോൾ don't have second thoughts, and farm D എടുത്തു കഴിഞ്ഞിട്ട് if you're feeling you can't handle this workload of farm D, if you're interested in dropping, that is also an option. And what are the better alternatives to study in farm D at? In my experience, I can tell you how you choose your college, okay, based on how you want the college. Like if you're looking for a college life, look for a college which has an arts college nearby. It is autonomous, or it's deemed university, or it has a cluster of colleges together. ആ ഒരു കോളേജിലൊക്കെ ഒരു കോളേജ് ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം കോളേജ് ലൈഫ് ഉണ്ടാവും, റൈറ്റ്. പക്ഷെ കോളേജ് ലൈഫ് എവിടെ ഉണ്ടായാലും സൂപ്പർ ആയിരിക്കാം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കാര്യത്തിലൊക്കെ നല്ലതായിരുന്നു, ഇപ്പം അത്രയും സൂപ്പറായിട്ട് ഞാൻ കാണുന്നില്ല, ബട്ട് ദാറ്റ്സ് ഇറ്റ്. നൗ റിഗാർഡിങ് ദ അക്കാഡമിക്സ്, ഇഫ് യു തിങ്കിങ് ഓക്കെ, നല്ല ഒരു ട്രെയിനിങ്, നല്ലൊരു ഈ കോഴ്സ് നന്നായിട്ട് ചെയ്തിറങ്ങണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഐ വുഡ് സജസ്റ്റ്, ഇഫ് യു ക്യാൻ go for colleges which are having multi-specialty hospital tie-up. Ask them which hospital are you doing, what is your multi-specialty, what is their actually what is the hospital famous for, right? And when you going for college visit ചെയ്യുമ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കുക, റൈറ്റ്. മിക്ക സ്റ്റുഡൻസും ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല. മിക്ക സ്റ്റുഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല ഓപ്പൺ ആയിട്ട് സ്റ്റുഡൻസിനെ കിട്ടുമായിരിക്കും. ഡു ആസ്ക്, hang out near the canteen, and you will find some seniors who are studying the course and how the college is. Preferably if you're alone, it might be good. Parents ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും
ഇൻഹിബിഷൻ ഉണ്ടാവാം. എൻ്റെ ഒക്കെ കോളേജിലാണെങ്കിൽ സീനിയേഴ്സൊക്കെ മര്യാദ പറഞ്ഞുതരും ഈ കോളേജിൽ എങ്ങനെയാണ് ഒരു സെറ്റപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞുതരും. ഓക്കെ. പിന്നെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക്സ് പറഞ്ഞു, കോളേജ് ലൈഫ് പ്രതീക്ഷിക്കുന്ന കോളേജ് ലൈഫ് പറഞ്ഞു. പിന്നെ ഞാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി വീണിട്ട് ഇത് പറയണമെന്ന് ഉദ്ദേശിച്ചു. പിന്നെ ഞാൻ പറയണത് നല്ല ഫാക്കൽറ്റീനെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യണ കോളേജിൽ നല്ല ഫാക്കൽറ്റി ആയിരിക്കണം എന്ന് പ്രാർത്ഥിക്കാം. പറയാൻ പറ്റില്ല. നമ്മളൊരു കോഴ്സിൽ കയറി ചെല്ലുമ്പോഴാണ് അവിടുത്തെ സംഭവം എല്ലാം സൂപ്പറായിരിക്കും, പക്ഷെ ഫാക്കൽറ്റി ഒരു ടോക്സിക് കൾച്ചർ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ അഫക്റ്റ് യു. ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉള്ള കോളേജുകളുണ്ട്. ലൈക്ക് ഫാക്കൽറ്റിയുടെ ഒരു കൾച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ഇഫക്റ്റ് സ്റ്റുഡൻസിന് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി കുറച്ച് മയപ്പെടട്ടെ, കുറച്ച് ദൈവമേ അവർക്ക് എല്ലാവർക്കും ക്ഷമ കൊടുക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി കാം ആവുകയാണെങ്കിൽ നമുക്കും കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് പോകും. കോളേജൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ അവർക്കും കുറച്ച് കാം ആവണം. റൈറ്റ്. അങ്ങനെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് നന്നായിട്ടിരിക്കാനായിട്ട് ഐ ബിലീവ് ഇൻ ഗോഡ്, സോ ആസ് ഓൾസോ ഗോഡ് വി ഷുഡ് പ്രേ ഫോർ. നമ്മൾ എടുത്ത കോഴ്സസ് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ എടുത്ത കോഴ്സസ് നമുക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് പണിയാൻ. റൈറ്റ്. നമ്മൾ നല്ലൊരു കോഴ്സ് നല്ലൊരു കോളേജ് എടുക്കാനായിട്ട് അതിനും പ്രാർത്ഥിക്കണം. റൈറ്റ്. അവിടെ മാനേജ്മെൻറ്റ് നന്നായിരിക്കണം, നന്നായിട്ട് കാര്യങ്ങൾ നടത്താം. പിന്നെ കോളേജുകൾ ആ മാനേജ്മെൻറ്റിന് അവരുടെ കോഴ്സസുകളിലുള്ള ആൾക്കാർ പാർഷ്യാലിറ്റി ഉണ്ടാകും. അതൊക്കെ സെക്കൻഡറി ഇഫക്റ്റ് കണ്ടുള്ളൂ. ലൈക്ക് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ബട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഓവറോൾ ഇസ് ഗുഡ്. നന്നായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകണം ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു മാനേജ്മെൻറ്റ്. ഇതൊക്കെയാണ് എനിക്ക് ഫാമിലിനെ കുറിച്ച് ഒരു ജിസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ നോക്കാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് ഫാമിലി എടുക്കാം. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഫാമിലി is your future. If you are choosing family, do watch my next video to get an idea of how you should be studying for family. Like in each year, how was my experience.